ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അലിസ് ഡ്രീം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിരിക്കുന്ന അടുക്കളയിലാണ് കേട്ടോ. കാരണം വെച്ചാൽ അവിടെ കരടൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് കുറച്ച് വെട്ടം കിട്ടുന്ന രീതിയിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സേഫാണ്. പിന്നെ 2-3 ദിവസത്തെ ശക്തമായിട്ടുള്ള മഴയ്ക്കൊക്കെ ശേഷം ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു തോർവൊക്കെ ഉണ്ട് കേട്ടോ. തോർവുണ്ട് മീൻസ് ഒന്നും വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് കാറ്റും കാര്യങ്ങളൊന്നും നമ്മളായിരിക്കുന്ന സ്ഥലത്തേക്ക് വലിയ എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മളെപ്പോലെയുള്ള ലേഡീസ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര അതായത് കുറച്ചും കൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അറിയാവുന്നവർ വിട്ടേക്കുക, അറിയത്തില്ലാത്തവർ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വേറെ ഒന്നുമല്ല, ഒരു 4 മാസം മുമ്പ് എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ടും പിമ്പിൾ വന്നു. പിമ്പിൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എന്താ പറയുക, ഒരു നമ്മൾ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിരുന്ന മോഡലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് മേക്കപ്പ് കണ്ടമാനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് ആ ഒരു ഫീൽഡിൽ നിന്ന് ചെറിയ ഗ്യാപ്പൊക്കെ വന്ന് ഇറങ്ങിയ സമയത്ത് ഞാനൊരു ഡെർമറ്റോളജി ഡോക്ടറെ പോയി കണ്ട് അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഈ ഒരു 4 മാസം മുമ്പ് എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ടും പിമ്പിൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ പിമ്പിൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പം ഏറ്റവും അതായത് ഏതൊരു സാധാരണക്കാർ ചെയ്യുന്ന പോലെ ഞാനും അപ്പോൾ പെട്ടെന്ന് അതായത് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതിന് പറ്റിയ മാസ്കോ അല്ലെങ്കിൽ അതിന് പറ്റിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് പറ്റിയ പ്രൊഡക്റ്റോ കാര്യങ്ങളെ പറ്റി ഞാനും അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ പല പ്രൊഡക്റ്റും ഇപ്പം പർപ്പിളിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസർമാർ അവർ പേഴ്സണലി അവർക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള പല പ്രൊഡക്റ്റും ഞാൻ മേടിച്ച് യൂസ് ചെയ്തു. പക്ഷെ അതും കൊണ്ടൊന്നും എനിക്കൊരു കുറവും വന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജിയുടെ ഡോക്ടറെ പോയി ഒന്നും കൂടെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി കാണിക്കാന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ പിന്നീട് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കഴുത്തിന് ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ കറുത്ത ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം കോമൺ ആയിട്ട് എൻ്റെ ഒരു ചെറുപ്പകാലം മുതൽ എനിക്കുള്ളൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ ചില മുത്തിൻ്റെ മാല അല്ലെങ്കിൽ നമ്മുടെ നോർമലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഗോൾഡ് അല്ലാതെ വരവിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെറ്റലിൻ്റെയോ ഏതെങ്കിലും ഒരു ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് അലർജി പോലെ കറുത്ത ബ്ലാക്ക് പോലെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിപ്പെട്ട ആളാണ് കേട്ടോ ഞാൻ. അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ എനിക്ക് ഏറ്റവും കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ വെള്ളി പോലുള്ള സാധനം അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഇപ്പോൾ വരവിൻ്റെയോ അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ മുത്ത് എല്ലാ മുത്തുമില്ല, ചില മുത്ത്, അതുപോലെ നമ്മുടെ റോസ് ഗോൾഡ് അല്ല റോസ് ഗോൾഡ് പോലത്തെ മെറ്റൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പാട് പോലെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചത് അത് അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാനത് വിട്ടേ കളഞ്ഞു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ഈ പിമ്പിൾസ് ഭയങ്കര പെയിനോട് കൂടി ഇങ്ങനെ ഉണ്ടാവുന്നു. എനിക്ക് ഡേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് തോന്നി നമ്മളിതിങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഈ സ്കിന്നിൻ്റെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഡെർമറ്റോളജിനെ കാണിക്കാനാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒരു അമൽശ്യാം എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് നമ്മൾ അന്ന് പോയി കണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് പീരിയഡ്സ് കറക്റ്റായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്തു. അന്ന് എനിക്ക് പീരിയഡ്സ് ഇൻറെഗുലർ ആണ്, അതായത് ഒരു മാസം വ്യത്യാസം നല്ല ആകുന്നുണ്ട്, ഡേറ്റുകൾ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അന്ന് ആൾ എൻ്റെ അടുത്ത് ഈ ഇങ്ങനത്തെ നമുക്ക് തൈറോയിഡിൻ്റെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ആളെനിക്ക് സ്കിന്നിന് തന്നെ തലയിൽ താരനുണ്ടോ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം എൻ്റെ സ്കിന്നിന് ഈ പിമ്പിൾസ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ അത് യൂസൊക്കെ ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടും വയറിനൊരു വേദന ഒക്കെ പോലെ ഫീൽ ചെയ്തിട്ട്
ഞാൻ ഗൈനക്കിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. അന്നാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനം ഭയങ്കര തെറ്റായിരുന്നു എന്ന് കണ്ടത്. അതായത് അന്ന് എനിക്ക് ഭയങ്കര പെയിനായിട്ട് ഞാൻ അവിടെ ചെന്നു. എനിക്ക് ഡോക്ടർ അൾട്രാസൗണ്ടിൻ്റെ സ്കാനിങ് എഴുതി തന്നു. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് PCOD എന്ന് പറയുന്ന അസുഖം, അതായത് എനിക്ക് ഇപ്പോൾ ഈ PCOD എന്ന് പറഞ്ഞ അസുഖം തുടങ്ങിയിട്ട് ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ PCODൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണെന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ ഈ PCODനെ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ ഡോക്ടർ നമുക്ക് PCODനെ പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടും പിമ്പിൾസ് ഉണ്ടാകും, നമ്മുടെ കഴുത്തിൽ അതുപോലെ തന്നെ പല ഏരിയയിൽ നമുക്ക് കറുത്ത പാടുകൾ വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ PCOD എൻ്റെ ശരീരത്തിൽ സ്റ്റാർട്ടായതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു ഈ കാണിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഫേസിൽ ഒരിക്കൽ പോലും ഒരു കുരു ഇല്ലാത്ത ദിവസമില്ല. ഒരു കുരു എന്നല്ല, എൻ്റെ ഫേസിൽ ഇതുവഴിയൊക്കെ ഭയങ്കരമായിട്ടും കുരു ഉണ്ടാവുന്നു. അങ്ങനത്തെ അതെനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം ഏതൊരു സ്ത്രീയും ഇപ്പം പറയുന്നത് ഞാനാണെങ്കിൽ പോലും ആദ്യം ചിന്തിച്ചത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഫേസിൽ എന്തെങ്കിലും കുരു കാണുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞിനെ ഫേസിൽ എന്തെങ്കിലും കുരു കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ കറുത്ത പാടുകൾ കാണുമ്പോഴോ ഒക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷെ ശരിക്കും അതൊന്നും ആയിരിക്കില്ല. ഇതുപോലെ അതിന് ശരിക്കും നമ്മൾ തന്നെ സ്വയം ചികിത്സിക്കാതെ ഏതെങ്കിലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടറെ പോയി കാണുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടി നാളെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നു എന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ആ പ്രൊഡക്റ്റ് വഴി നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇത് കൂട്ടായിരിക്കില്ല കിട്ടുക, അല്ലെങ്കിൽ ഫലം ആയിരിക്കില്ല കിട്ടുക. അപ്പം എന്തെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കാണുക എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു ചികിത്സയ്ക്ക് നിൽക്കാതെ അല്ലെങ്കിൽ സ്വയം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു, എനിക്കാരും അത് പറഞ്ഞു തന്നിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആർക്കും ഇപ്പം എന്താ എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ത്രോ എൻ്റെ ഹസ്ബൻഡ് പോലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് നിൻ്റെ മുഖത്ത് ഇതുപോലെ കുരു വരുന്നത്, ഒരു ദിവസമില്ല നിൻ്റെ മുഖത്ത് കുരു ഇല്ലാത്തത്, അങ്ങനെ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ഒരാൾ നമ്മുടെ അടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര അരോചകമായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കത്തേ ഉള്ളൂ. അപ്പം ഇനി ഉള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുക്കുക. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ആർക്കെങ്കിലും പ്രയോജനകരമാകുമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കമ്പനി ഇവിടെ അടഞ്ഞു തുടങ്ങി, ഇനി ഈ വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് ജസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്തൊന്നുകൊണ്ട് കാണിക്കാൻ പറയാം, സ്വയം ചികിത്സിക്കാതിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് നാളെ വന്ന് കാണാവുന്നതായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും ബൈ.